രണ്ട് യുവാക്കൾ പരസ്പരം സംസാരിച്ചു. 25 വർഷങ്ങൾ കൊണ്ട് നടന്ന ഒരു വലിയ സംഭവമാണത്. നമ്മളതാരും നിസ്സാരമായിട്ട് കാണരുത്. ഏകദേശം 3 സെക്കൻഡ് ഇവർ പരസ്പരം സംസാരിച്ചതായാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെട്ട സമയത്താണ്. ആ സമയം നോക്കിയാണ് ഇവർ സംസാരിച്ചത്. നീ കാണിച്ചിട്ടല്ല ഞാൻ കണ്ടത്. എന്താ ദിനേശേട്ടൻ കണ്ടത്? നിന്റെ യഥാർത്ഥ മുഖം. മണ്ണാങ്കട്ട. ജോസഫ് ആണെന്നും പറഞ്ഞ സരളയുടെ വീട്ടിൽ ചെന്നതും എന്റെ യഥാർത്ഥ മുഖം കാണാനായിരുന്നോ? ഓഹോ, നിനക്കപ്പോൾ സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ആദ്യം മുതൽ ഞാൻ നിന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഒരന്യപുരുഷൻ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ ദേഹത്ത് തൊട്ടത് നീ കാര്യമായി എടുത്തില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ ഭർത്താവ് തൊട്ടടുത്ത സീറ്റിലിരിക്കുമ്പോ നീ വെള്ളിത്തിരയിലെ മോഹൻലാലിനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. തൊലിവെളുപ്പുള്ള വിനോദ 2023 का साമ്പത്തിക पद्धति की इंक्लूड करता है कार्षिक पद्धति. then all the ജനങ്ങൾ with us. പിന്നെ അവർ സക്സസ് ഇപ്പോഴും ഈ അബദ്ധത്തിൽ പോയി ചാടുന്നത് അല്ലേ? അല്ല എന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഈ മുഴു ഭ്രാന്തന്മാരെ പോയി നോക്കി നോക്ക്. അവരാരേലും കല്യാണം കഴിക്കാറുണ്ടോ? അതാണ്. അപ്പൊ കല്യാണം കഴിച്ച എല്ലാവർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. മൂത്തവരോട് നമുക്കൊന്നും ബഹുമാനമുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നെക്കാളും വയസ്സ് കുറവുള്ള ആളെ കല്യാണം കഴിച്ചാൽ മതി. അതെന്തിനാ? വയസ്സിരിക്ക് കൂടുതലാമ്മ. എന്റെ കെട്ടിയനെ എന്നെ ബഹുമാനിക്കില്ലേ? ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. അവരുടെ നിന്നൊക്കെ കുറച്ച് പൈസ കടം മേടിച്ചു. ഒരു കാരണവശാലും അവർ നിങ്ങളെ മറക്കുകയില്ല. അല്ലെങ്കിൽ എന്റെ പോയിന്റ് പറയാതിരിക്കുക, എന്നെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യാതിരിക്കുക. എനിക്കെന്താ നഷ്ടപ്പെടാൻ പോകുന്നത്? എന്റെ സത്യം എന്താന്ന് എനിക്കറിയാം. ഞാൻ എന്താ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാം. എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്താ ചെയ്തതെന്ന് എനിക്കും അറിയാം, ആൾക്കും അറിയാം. പിന്നെ ഞാനിത് പറഞ്ഞ് തെളിയിക്കേണ്ട കാര്യമുണ്ടോ? തെളിയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നത് സ്വത്ത്, വീട്, പൈസ, സ്വർണം, വണ്ടിയൊക്കെ അല്ലേ? പക്ഷെ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നത് എന്താണെന്നറിയാമോ? തുമ്മല്, ജലദോഷം, പനി, നടുവേദന, മുട്ടുവേദന, കാലവേദന, തലവേദനയാണ്. എങ്ങനെ സഹിക്കാം? കേൾക്കാത്തൊരു പേരാണല്ലോ. എന്റെ മാമ പോലീസിലായിരുന്നു. വയനാട്ടിൽ മാറ്റം കിട്ടിപ്പോയപ്പോഴാണ് ഞാൻ ജനിച്ചത്. അമ്മ അച്ഛൻ ഒരുപാട് പേരുകളൊക്കെ നോക്കി, ഒന്നും പിടിച്ചില്ല. അപ്പോഴാണ് മാമ അവധിക്ക് വന്ന് ഈ പേര് പറയണത്. ഇവിടെ ഒന്നും കേൾക്കാത്ത പേരായതുകൊണ്ട് ഇഷ്ടപ്പെട്ട് എനിക്കിട്ട്. പ്രായമായ ആളുകളെ ബഹുമാനിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം തെറ്റാണ്. കാരണം പ്രായമായതുകൊണ്ട് മാത്രം അവർക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ഒന്നുമില്ല. ചില വീടുകൾ, പ്രത്യേകിച്ച് കല്യാണ വീടുകളോ ചില ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് ചില അമ്മായികളോ അമ്മാവന്മാരും, അയ്യോ നിനക്ക് ജോലിയൊന്നും ആയില്ലേ, ഇതുവരെ നിന്റെ കല്യാണം കഴിഞ്ഞില്ല, അജോ കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായി നിനക്ക് പിള്ളേരൊന്നും ഉണ്ടായില്ലേ. അങ്ങനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ചില പ്രായ ആളുകളുണ്ട്. അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ ബഹുമാനം എന്ന് പറയുന്നത് ഒരിക്കലും പ്രായമായതിന്റെ പേരിൽ മാത്രം പിടിച്ചു വാങ്ങാൻ. ഈ കളവ് എത്രത്തോളം ആളുകളിൽ എത്തും അത്ര പെട്ടെന്നൊന്നും സത്യം ജനങ്ങളിൽ എത്തിക്കാൻ കഴിയൂല. നിങ്ങൾ ഒരാളെയും ബോധ്യപ്പെടുത്തേണ്ട സുഹൃത്തുക്കളെ. അത്യാവശ്യം നിങ്ങൾക്ക് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ ഉണ്ടെങ്കിൽ അവരെ മാത്രം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളെ കുറിച്ച് കളവ് പ്രചരിപ്പിക്കുന്ന ആൾ ഒരാളോട് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അയാൾ വേറൊരാളോട് പറയും, മറ്റേ ആൾ വേറൊരാളോട് പറയും. അതെങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സത്യം അത്ര സ്പീഡ് സ്പ്രെഡ് ചെയ്യിക്കാൻ കഴിയൂല സുഹൃത്തുക്കളെ. അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് നമ്മളെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിന് മാത്രമാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. നമ്മളെ കുറിച്ച് നല്ലത് കേൾക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഭാഗം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ച് സമയം കളയേണ്ട സുഹൃത്ത്. ചോദ്യം കറക്റ്റ് ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഇതാണ് ചോദ്യം. സാധനം വലുതാ, താള് തണുപ്പ? കറക്റ്റ് ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ശരി. However talented you are, there will be somebody else more talented than you. There is only one thing you can genuinely attempt to be, which is the most hardworking. ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കണം. വിഷം. നിനക്കെന്തൊരു പ്രാന്താടി? നീ എനിക്ക് വിഷം തരണം. എനിക്കൊരു 1000 രൂപ വേണമായിരുന്നു. 1000 രൂപ. മനുഷ്യന്റെ വിഷം വാങ്ങാൻ പൈസ. കോളേജിന്റെ മുന്നിൽ വരാന്ന് പറഞ്ഞിട്ട്
ഞാൻ വന്നല്ലോ. എപ്പോ? 3:35. നോണയൊന്നും പറയണ്ടാട്ടോ. ഞാൻ അരമണിക്കൂർ കാത്തു നിന്നു. അത് പറ, ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടാ എത്തിയത്. പിന്നെ ആ കത്ത് ശരിക്കും ഏറ്റുട്ടോ. ഗുരുവായൂരിന്ന് വന്ന ആലോചന ഒഴിഞ്ഞു. ഗുരുവായൂരപ്പാ, നീ തന്നെ എന്നും ഗുരുവായൂരപ്പൻ ഉണ്ടാവില്ല രക്ഷിക്കാൻ. പിന്നെ വെറുതെയാണോ പാൽപ്പായസം നേരണേ? നേരെ അല്ലാണ്ട് കൊടുക്കണുണ്ടോ? അത് സാരമില്ല, എനിക്ക് അക്കൗണ്ടാ. എന്താ ഏട്ടത്തി? കോലോ മച്ച ആ ആളിനെ ഒന്ന് വിളിക്കൂ. എന്താ കാര്യം? അത് നേരിട്ട് പറഞ്ഞോളാം. രഹസ്യ? ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ല സീക്രട്സാ? വെറുതെ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞ അത് ചെയ്താ മതി. ആരെ വിളിച്ചു എന്ന് പറയണം? ഉണ്ണിമായ. ഉണ്ണി മാങ്ങയോ? ഉണ്ണിമായ. അലറണ്ട. അല്ല, അങ്ങനെ പറഞ്ഞാ മനസ്സിലാവോ? ആ അങ്ങനെ തന്നെ പറയണം. ഇഷ്ടപ്പെടാൻ എന്താ കാരണം? ഇഷ്ടപ്പെടാൻ കാരണം കുട്ടിയുടെ കുടുംബമഹിമ, പാരമ്പര്യം, പിന്നെ നമ്മുടെ ജാതക പൊരുത്തവും ഒക്കെ അപ്പൊ എനിക്ക് ഇഷ്ടമായി. തനിക്കോ? എനിക്കോ? അച്ഛൻ പറഞ്ഞു ചേട്ടന് ഗവൺമെന്റ് ജോലിയാണെന്നും നല്ല ശമ്പളം ഉണ്ടെന്നും പിന്നെ ചേട്ടൻ മരിച്ചുപോയ ആ ജോലി എനിക്ക് കിട്ടുന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പോ വേണച്ചാ കാല് പിടിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുക. പരിഹസിക്കരുന്ന് പറയൂ വാരമ്മവ. പരിഹസിക്കാനാണെങ്കിൽ ഈ രാത്രി ഞാൻ ഇത്രയും ദൂരം വരുമായിരുന്നോ? കാര്യമായിട്ട് തന്നെ ആ ചിലങ്ക കെട്ടിക്കൂടെ? കേട്ടോ, പക്ഷേ നിങ്ങളുടെ മരണത്തിന് ശേഷമേ അതുണ്ടാവൂ. എന്നും എവിടെയും തോൽക്കാൻ എനിക്കിത്തിരി പ്രയാസമുണ്ട്. ഈ കാര്യത്തിലെങ്കിലും ആർക്കും നഷ്ടമില്ലാതെ ജയിച്ചോട്ടെ ഞാൻ. എനിക്കിനിയെങ്കിലും ജീവിക്കണം, പേടിക്കാതെ, വേദനയില്ലാതെ, അയാളെന്റെ കൺവെട്ടത്ത് പോലും വരാതെ. എവിടെ നിന്നെടുത്തതാ ഇതോ മാലയോ? അതങ്ങള് മേടിച്ചതാ. എവിടുന്നാ? കടയില്. ചേട്ടൻ ഗിഫ്റ്റ് തന്നാണോ? അല്ല, അങ്ങള് മേടിച്ചു. അങ്ങളെ അതെ, പരിപാടിക്ക് പോവാൻ.